നമ്മളെ കമ്പ്യൂട്ടറിൽ നമുക്കൊരു ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കണത്. ഫോൾഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിന് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഫോൾഡർ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബാഗ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോട്ട് ബുക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോട്ട് ബുക്കിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ ഫയലുകൾ വെക്കാൻ പറ്റും. ഈ ഫയലുകൾ നമ്മൾ ഒരു ഷീറ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഈ ഫോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോട്ട്ബുക്കിൻ്റെ 2 കവറുകൾ, അപ്പോൾ ആ 2 കവറിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ഷീറ്റുകൾ ഇങ്ങനെ അടുക്കി വെക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ ഓരോ ഫയലുകളാണ്. ഈ ഫോൾഡറിൻ്റെ ഉള്ളിൽ, അതായത് നോട്ട്ബുക്കിൻ്റെ കവറിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര കവറുകളും ഉള്ളിൽ ഇങ്ങനെ അടുക്കി വെക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര ഫോൾഡറുകളും, അതായത് സബ് ഫോൾഡറുകൾ എത്രയും അതിനുള്ളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ആ ഒരു ഫോൾഡർ തുറന്നാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീണ്ടും എത്രയും ഫോൾഡർ വെക്കാം. ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര ഫയലുകളും വെക്കാൻ പറ്റും. പക്ഷേ ഒരു ഫയലിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഫയലിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആ ഫയലിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഫോൾഡറോ ഒരു ഫയലോ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ഫോൾഡറാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ന്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ഏറ്റവും ഫസ്റ്റിൽ കാണുന്ന ഒരു യെല്ലോ കളറിലുള്ള ബോക്സ് കാണാം, അതാണ് നമ്മളെ ഫോൾഡർ. ആ ഫോൾഡറിൽ ഉദ്ദേശിക്കുന്നത്. അതിന്മേൽ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഡെസ്ക് ടോപ്പിൽ ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് ഒരു യെല്ലോ ബോക്സ് കാണാം. അതിൽ ഇനി നമ്മൾ പേര് മാറ്റി കൊടുക്കണം. ആ പേരിൽ നമ്മൾ എ എന്നാണ് പേര് കൊടുത്തു, അല്ലെങ്കിൽ എ ബി സി എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ കൊടുത്തു. എന്നിട്ട് നമ്മൾ പുറത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ABC എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഉള്ളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ന്യൂ കാണാം. അതിൽ ഒരു ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ ന്യൂ ഫോൾഡറിന് അതിൻ്റെ അടിയിൽ വേറെയും കാണിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, BCD എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതാണ് സബ് ഫോൾഡർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ മുകളിൽ ABC എന്ന് ഇവിടെ കാണണം, അതിൻ്റെ ഉള്ളിൽ BCD എന്ന് വേറൊരു ഫയൽ കണ്ടു, ഒരു ഫോൾഡർ കണ്ടു. ഇനി ഇതുപോലെ ഇത് ഓപ്പൺ ചെയ്താൽ ഇതിൻ്റെ ഉള്ളിൽ വേറെ നമുക്ക് ഫോൾഡർ ചെയ്യാം, ഫയൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവിടെ ഏറ്റവും ടോപ്പിൽ നോക്കിയാൽ കാണാം ABC, അതിൻ്റെ ഉള്ളിൽ BCD. ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ സബ് ഫോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫോൾഡർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ.